ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു ലോങ് ബ്രേക്കിന് ശേഷമാണ് കേട്ടോ ഒരു വീഡിയോ എടുക്കുന്നത്. എന്താണ് തിരക്കെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ സ്ഥലം വരെ പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ചെറിയ ഫീവറൊക്കെ ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അതിനിടയിൽ കൂടെ നമുക്കൊരു ക്വാർട്ടർ കിട്ടിയായിരുന്നു. പിന്നെ എൻ്റെ ഷിഫ്റ്റിംഗ് ക്ലീനിങ് ഒക്കെ ആയിട്ട് ഫുൾ തിരക്കായിരുന്നു കേട്ടോ. ഒരു ഹറി ബറി തിരക്കെന്ന് വേണമെങ്കിൽ പറയാം. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് പിന്നെ യാനുവിന് ഭയങ്കര വാശിയും കരച്ചിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ മൈൻഡ് ഒന്ന് റീഫ്രഷ് ആക്കണം, അതാണ് ഇപ്പോൾ മെയിൻ. അങ്ങനെ യാനുവിനെ എഴുന്നേൽപ്പിച്ച് ഫ്രഷ് ആക്കി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്ത് ഞങ്ങൾ പാർക്കിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ കാര്യങ്ങൾ നമുക്കൊന്നും അറിഞ്ഞുകൂടാ, ഇവിടുത്തെ പാർക്കും നമുക്ക് എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. ഏട്ടൻ ഏകദേശം ഒരു ഊഹം വെച്ചൊരു വഴി പറഞ്ഞിട്ടുണ്ട്, അതിലൂടെ പോയി നോക്കാം. അങ്ങനെയൊക്കെയല്ലേ ഗൈസ് പഠിക്കുക. പിന്നെ എനിക്ക് ഏറ്റവും വലിയ ടാസ്ക്കാണ് കേട്ടോ. ഞങ്ങളുടെ ബ്ലോക്കിൽ ഒരു മല്ലൂസ് പോലും ഇല്ല, എല്ലാവരും ഹിന്ദിക്കാരാണ് കേട്ടോ. ഞാൻ പെട്ടുപോയി ഗൈസ്, പെട്ടുപോയി. ആരുമില്ല, ഞാനായി യാനുവായി ഏട്ടനായി, അങ്ങനെയാണ് ഇപ്പം എൻ്റെ അവസ്ഥ. അങ്ങനെ ഞങ്ങൾ പാർക്ക് എത്തിയിട്ടോ. ഏട്ടൻ പറഞ്ഞതുപോലെ സദറിലുള്ള പാർക്കിൽ എല്ലാം കൊച്ചുങ്ങൾ കളിക്കാനുള്ള ഐറ്റംസ് ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല, വലിയ കൊച്ചുങ്ങൾ കളിക്കാനുള്ള ഐറ്റംസും പിന്നെ ജിമ്മിൻ്റെ ഐറ്റംസും മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താ ചെയ്യുക, യാനുവാണെങ്കിൽ അവിടെ എത്തിയറിഞ്ഞ് അമ്മ ആന ആന എന്നാണ് പറയുന്നത്. ഇവിടെ ആനയുമില്ല കുതിരയുമില്ല ഒന്നുമില്ല, അവന് പറ്റിയ ഊഞ്ഞാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആട്ടി അവന് മടുത്തു ഗൈസ്, ഊഞ്ഞാൽ ആടി ആടി. ഞങ്ങൾ നിന്നില്ല കേട്ടോ, ഞങ്ങൾ റിട്ടേൺ പോകുന്നു. നിന്നിട്ട് കാര്യമില്ലല്ലോ, ഉച്ചയ്ക്കുള്ള ലഞ്ച് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം. സൺഡേ അല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വേണ്ടേ. ഗീ റൈസും മട്ടൻ കറിയും വെക്കാനുള്ള പ്ലാനാണ് കേട്ടോ. എന്തായാലും പോകുമ്പോൾ ഒരുപാട് ടൈമായി, അപ്പോൾ ഞാൻ ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെച്ചു കേട്ടോ. വെച്ച് ഞങ്ങൾ കഴിച്ചെല്ലാം കഴിഞ്ഞു. അത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.